എബ്രായർക്ക് എഴുതിയ ലേഖനം. എബ്രായർ അദ്ധ്യായം 1. പണ്ട് ദൈവം നമ്മുടെ ആൾക്കാരോട് പ്രവാചകർ വഴി സംസാരിച്ചു. ദൈവം പല തവണകളായും പല രീതിയിലും അവരോട് സംവാദിച്ചു. ഈ അവസാന നാളുകളിലും ദൈവം തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചു. ദൈവം തന്റെ പുത്രനിലൂടെ മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ചു. എല്ലാ കാര്യങ്ങളും ഉള്ളവനാകാൻ വേണ്ടി തന്റെ പുത്രനെ തിരഞ്ഞെടുത്തു. പുത്രൻ പിതാവിന്റെ മഹത്വം കാണിക്കുന്നു. അവൻ ദൈവപ്രകൃതിയുടെ പൂർണ്ണ പകർപ്പാണ്. പുത്രൻ തന്റെ ആജ്ഞാശക്തിയാൽ എല്ലാറ്റിനെയും നിലനിർത്തുന്നു. പുത്രൻ ആളുകളെ തങ്ങളുടെ പാപത്തിൽ നിന്നും മുക്തരാക്കി. അതിനുശേഷം അവൻ സ്വർഗത്തിലുള്ള മഹോന്നതന്റെ വലത്തുഭാഗത്തിരുന്നു. ദൂതന്മാരിൽ ആരെക്കാളും ഉന്നതമായ നാമം ദൈവം അവന് നൽകി. അവൻ ദൂതന്മാരെക്കാൾ ഉന്നതനായി. ഒരു ദൂതനോടും ദൈവം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നീ എന്റെ മകനാണ്, ഇന്നു ഞാൻ നിന്റെ പിതാവായി. കൂടാതെ ദൈവം ഒരു ദൂതനോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ അവന്റെ പിതാവും അവൻ എന്റെ പുത്രനുമാകും. ദൈവം തന്റെ ആദ്യജാതനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ എല്ലാ ദൂതന്മാരും പുത്രനെ നമസ്കരിക്കട്ടെ. ദൂതന്മാരെ പറ്റി ദൈവം പറഞ്ഞത് ഇതാണ്, ദൈവം തന്റെ ദൂതന്മാരെ കാറ്റും തന്റെ ദാസന്മാരെ അഗ്നിജ്വാലയുമാക്കി. എന്നാൽ ദൈവം തന്റെ മകനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, ഓ ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കും തുടരും. നീ നീതിപൂർവം നിന്റെ രാജ്യം ഭരിക്കും. നീ നീതിയെ സ്നേഹിക്കുകയും അനീതിയെ വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവമേ, നിന്റെ ദൈവം നിന്നോട് കൂടെയുള്ള മറ്റാൾക്കാർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ സന്തോഷം നിനക്ക് നൽകി. ദൈവം ഇതുകൂടി പറഞ്ഞു, കർത്താവേ, ആദിയിൽ നീ ഭൂമിയുടെ അടിത്തറ പണിതു. നിന്റെ കരങ്ങൾ ആകാശത്തെയും സൃഷ്ടിച്ചു. ഇവയൊക്കെയും മറഞ്ഞു പോകും, എന്നാലും നീ എന്നെന്നും നിലനിൽക്കും. എല്ലാ വസ്തുക്കളും വസ്ത്രം പോലെ പഴയതാകും. നീ അതൊക്കെയും ഒരു മേലങ്കി പോലെ മടക്കും. വസ്ത്രങ്ങൾ പോലെ അവ മാറ്റപ്പെടും, എന്നാൽ നീ ഒരിക്കലും മാറില്ല. നിന്റെ ജീവിതം ഒരിക്കലും അവസാനിക്കുകയുമില്ല. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കും വരെ എന്റെ വലതുഭാഗത്തിരിക്കുക എന്നൊരിക്കലും ഒരു ദൂതനോടും ദൈവം പറഞ്ഞില്ല. എല്ലാ ദൂതന്മാരും ദൈവത്തെ സേവിക്കുന്ന ആത്മാക്കളാണ്. അവർ രക്ഷ പ്രാപിക്കുന്നവരെ പരിസേവിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്നു. എബ്രായർ അദ്ധ്യായം 2. നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ പിൻചെല്ലുന്നതിൽ നാം അധികം ശ്രദ്ധയുള്ളവരാകണം. നേരായ മാർഗത്തിൽ നിന്നും അകറ്റപ്പെടാതിരിക്കുവാൻ തക്കവിധം നാം സൂക്ഷിക്കണം. ദൂതന്മാർ മുഖേന ദൈവത്തിൽ നിന്ന് വന്ന ഉപദേശം സാധുതയുള്ളതാണ്. യഹൂദർ ആ ഉപദേശത്തിനെതിരായി പ്രവർത്തിച്ചപ്പോഴെല്ലാം അവർ യഥാർഹം ശിക്ഷിക്കപ്പെട്ടു. ആ ഉപദേശത്തെ അവർ അനുസരിക്കാതിരുന്നപ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടു. നമുക്ക് പ്രദാനം ചെയ്ത രക്ഷ ഉന്നതമാണ്. അതിനാൽ ഇനി അപ്രധാനമെന്ന മട്ടിൽ നാം ജീവിക്കുകയാണെങ്കിൽ നാമും തീർച്ചയായും ശിക്ഷിക്കപ്പെടും. കർത്താവാണ് ഈ രക്ഷയെക്കുറിച്ച് ആദ്യമായി ജനങ്ങളോട് പറഞ്ഞത്. അവനെ ശ്രവിച്ചവർ ഈ രക്ഷ ശരിയാണെന്ന് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. കൂടാതെ അതിശയങ്ങളും വലിയ അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളും ഉപയോഗിച്ച് ദൈവം ഇത് തെളിയിച്ചു. അവൻ ഇത് പരിശുദ്ധാത്മാവ് വഴി ആളുകൾക്ക് ദാനങ്ങൾ നൽകി തെളിയിച്ചു. അവൻ ആഗ്രഹിച്ച പ്രകാരം ആ ദാനങ്ങൾ അവൻ നൽകി. വരാനിരിക്കുന്ന പുതിയ ലോകത്തിന്റെ ഭരണകർത്താക്കളായി ദൈവം ദൂതന്മാരെ തിരഞ്ഞെടുത്തില്ല. ആ ഭാവി ലോകത്തെപ്പറ്റിയാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തിൽ ചിലയിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമേ, നീ മനുഷ്യനെ കാത്തുകൊള്ളുന്നത് എന്തിന്? മനുഷ്യപുത്രനെപ്പറ്റി നീ കരുതലെടുക്കുന്നത് എന്തിന്? അവൻ അത്ര പ്രധാനിയാണോ? അല്പകാലത്തേക്ക് നീ അവനെ ദൂതന്മാരെക്കാൾ ചെറുതാക്കി. മഹത്വത്തെയും ആദരവിനെയും അവന് കിരീടമായി നീ നൽകി. എല്ലാം
ദൈവം അവന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കി. അതിനാൽ ഒന്നും തന്നെ അവന്റെ ഭരണത്തിന് പുറത്തായിരുന്നില്ല. എന്നാൽ അവൻ ഇപ്പോൾ എല്ലാം ഭരിക്കുന്നത് നാം കാണുന്നില്ല. അല്പകാലത്തേക്ക് യേശു ദൂതന്മാരെക്കാൾ താഴ്ത്തപ്പെട്ടുവെന്നാലും ഇപ്പോൾ മഹത്വത്തിന്റെയും ആദരവിന്റെയും കിരീടം ധരിച്ചവനായി നാം അവനെ കാണുന്നു. കാരണം അവൻ കഷ്ടം സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ദൈവകൃപ മൂലം യേശു ഓരോ വ്യക്തിക്കു വേണ്ടിയും മരിച്ചു. ദൈവമാണ് സർവത്തിന്റെയും സൃഷ്ടാവ്. അവന്റെ മഹത്വത്തിനു വേണ്ടിയുള്ളതാണ് സർവവസ്തുക്കളും. തന്റെ മഹത്വം പങ്കുവയ്ക്കുന്നതിനായി ദൈവം ധാരാളം പുത്രന്മാരെ ആഗ്രഹിക്കുന്നു. അതിനാൽ തനിക്ക് ആവശ്യമായത് ദൈവം ചെയ്തു. ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന യേശുവിനെ അവൻ പരിപൂർണനാക്കി. യേശുവിന്റെ കഷ്ടത വഴി ദൈവം യേശുവിനെ ഒരു പൂർണ്ണ രക്ഷകനാക്കി. ആളുകളെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധരാക്കപ്പെട്ട ആൾക്കാരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അവരെ സഹോദരരെ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. യേശു പറയുന്നു, ദൈവമേ, ഞാൻ എന്റെ സഹോദരന്മാരോട് നിന്നെക്കുറിച്ച് പറയും. നിന്റെ എല്ലാ ജനത്തിന്റെയും മുമ്പിൽ ഞാൻ നിന്റെ സ്തുതിഗീതം ആലപിക്കും. അവൻ പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളുമായി ഞാൻ ഇതാ. എന്നും കൂടെ അവൻ പറയുന്നു, ആ മക്കൾ ഭൗതിക ശരീരങ്ങളോട് കൂടിയ ആൾക്കാരാണ്. അതിനാൽ യേശു തന്നെയും അവരെ പോലെയാക്കി. സ്വയം മരിച്ചതുവഴി മരണത്തിന്റെ അധികാരമുണ്ടായിരുന്ന പിശാചിനെ നശിപ്പിക്കേണ്ടതിനാണ് അവൻ ഇത് ചെയ്തത്. അവരുടെ ഭയത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കുന്നതിന് യേശു അവരെ പോലെയായി മരിച്ചു. മരണഭയം നിമിത്തം അവർ ആജീവനാന്തം അടിമകളെപ്പോലെയായിരുന്നു. യേശു ദൂതന്മാരെ അല്ല സഹായിക്കുന്നതെന്ന് വ്യക്തം. അബ്രഹാമിൽ നിന്നുള്ളവരെയാണ് യേശു സഹായിക്കുന്നത്. ഇക്കാരണം കൊണ്ട് യേശു എല്ലാ പ്രകാരത്തിലും തന്റെ സഹോദരങ്ങളെപ്പോലെ ആക്കപ്പെടേണ്ടിയിരുന്നു. ദൈവത്തോടുള്ള സേവനത്തിൽ അവരുടെ കരുണാമയനും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതൻ ആകത്തക്ക വിധത്തിൽ അവൻ അവരെ പോലെയായി. അപ്പോൾ യേശുവിന് അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് ക്ഷമ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. പ്രലോഭിതരെ സഹായിക്കുവാനും യേശുവിനിപ്പോൾ കഴിയും. കാരണം അവൻ സ്വയം സഹിക്കുകയും പ്രലോഭിതനാകുകയും ചെയ്തിരുന്നു. എബ്രായർ അധ്യായം 3. അതിനാൽ ദൈവം വിളിച്ചിട്ടുള്ള എന്റെ വിശുദ്ധ സഹോദരരെ, നിങ്ങളെല്ലാവരും യേശുവിനെ ശ്രദ്ധിക്കണം. ദൈവം യേശുവിനെ നമ്മുടെ അടുത്തേക്ക് അയച്ചു. അവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മഹാപുരോഹിതൻ. എന്റെ വിശുദ്ധ സഹോദരരെ, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം യേശുവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ച് അവനെ നമ്മുടെ മഹാപുരോഹിതനാക്കി. മോശയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്നതിന് തുല്യമായ വിശ്വസ്തത യേശുവിനും ഉണ്ടായിരുന്നു. ദൈവഭവനത്തിൽ മോശെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവനും അവൻ ചെയ്തു. ഒരു മനുഷ്യൻ വീട് പണിയുമ്പോൾ ആൾക്കാർ വീടിനേക്കാൾ ആ മനുഷ്യനെയാണ് ആദരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യേശുവിന്റെ കാര്യവും. യേശുവിന് മോശയേക്കാൾ ആദരവുണ്ടാകണം. ഓരോ വീടും ഓരോരുത്തരാൽ നിർമ്മിക്കപ്പെട്ടു. എന്നാൽ ദൈവം എല്ലാ വസ്തുക്കളും നിർമ്മിച്ചു. ഒരു ദാസനെ പോലെ മോശെ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ഭാവിയിൽ ദൈവം ജനത്തോട് പറയുന്ന കാര്യത്തെപ്പറ്റി അവൻ ജനങ്ങളോട് പറഞ്ഞു. എന്നാൽ ക്രിസ്തു ദൈവത്തിന്റെ ആലയത്തിന്മേലുള്ള ഭരണത്തിൽ ഒരു പുത്രനെ പോലെ വിശ്വസ്തനാണ്. നമ്മുടെ പ്രത്യാശയ്ക്കൊത്ത് ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും നാം ആയിരുന്നാൽ നാം ദൈവത്തിന്റെ ഭവനമാണ്. അതിനാൽ ഇത് പരിശുദ്ധാത്മാവ് പറയും പോലെയാണ്. ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ദൈവത്തിനെതിരായി തിരിഞ്ഞ പഴയ കാലത്തേതുപോലെ ദുശാഠ്യം പിടിക്കാതിരിക്കുക. മരുഭൂമിയിലായിരുന്ന ആ ദിവസം നിങ്ങൾ അവനെ ശരിക്കും പരീക്ഷിച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങൾ 40 വർഷം മരുഭൂമിയിൽ വെച്ച് നിന്റെ ആൾക്കാർ കണ്ടു. എന്നാൽ അവർ എന്നെയും എന്റെ ക്ഷമയെയും പരീക്ഷിച്ചു. അതിനാൽ ആ കൂട്ടരോട് കോപം പൂണ്ടു ഞാൻ പറഞ്ഞു, ആ ജനതയുടെ ചിന്താഗതികൾ എപ്പോഴും തെറ്റാണ്. ആ ജനം എന്റെ രീതികൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല.
അതിനാൽ കോപിഷ്ഠനായി ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തു. അവർ ഒരിക്കലും എന്നിലേക്ക് വന്ന് എന്റെ വിശ്രാന്തി അനുഭവിക്കയില്ല. അതിനാൽ സഹോദരരെ, പാപികളാകാതിരിക്കാനും അവിശ്വാസികളാകാതിരിക്കാനും ജീവനുള്ള ദൈവത്തെ പിന്തുടരാതിരിക്കാനും ഒരുമ്പെടുന്നതിൽ നിങ്ങൾ സൂക്ഷിക്കുക. എന്നാൽ ഓരോ ദിവസവും പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് എന്ന് പറയുന്നിടത്തോളം എന്നും അത് ചെയ്യുക. പാപത്തിന് കബളിപ്പിക്കാനുള്ള വഴിയാകാതിരിക്കാനും കഠിനഹൃദയരാകാതിരിക്കാനും തക്കവിധം നിങ്ങൾ പരസ്പരം സഹായിക്കുവിൻ. നാം എല്ലാവരും ക്രിസ്തുവിനൊപ്പം പങ്കുവയ്ക്കുന്നു. ആദ്യം മുതലേ നമുക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ നാം അവസാനം വരെയും തുടരുകയാണെങ്കിൽ ഇത് ശരിയാണ്. തിരുവെഴുത്ത് പറയുന്നത് ഇതാണ്: ഇന്ന് നീ ദൈവസ്വരം കേട്ടുവെങ്കിൽ പണ്ടു നീ ദൈവത്തിനെതിരായിരുന്നതുപോലെ ദുശാഠ്യം പിടിക്കരുത്. ദൈവത്തിന്റെ സ്വരം കേട്ടിട്ടും അവനെതിരായിരുന്നവർ ആരാണ്? മിസ്രൈമിൽ നിന്നും മോശെ പുറത്തേക്ക് നയിച്ച ആൾക്കാരായിരുന്നു അവരെല്ലാം. 40 കൊല്ലത്തേക്ക് ദൈവം കോപിഷ്ഠനായത് ആരോടാണ്? പാപം ചെയ്ത ആ ജനത്തോട് ദൈവത്തിന് കോപമായിരുന്നു. അവർ മരുഭൂമിയിൽ മരിച്ചു. തന്നിലേക്ക് പ്രവേശിച്ച് തന്റെ വിശ്രാന്തി ഒരിക്കലും ഉള്ളവരാകില്ലെന്ന് ദൈവം പ്രതിജ്ഞ ചെയ്ത് പറഞ്ഞതാരോടാണ്? തന്നെ അനുസരിക്കാത്ത ആൾക്കാരെ പറ്റിയാണ് ദൈവം സംസാരിച്ചത്. അതിനാൽ അവർക്ക് ദൈവത്തിന്റെ വിശ്രമത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. എന്തുകൊണ്ട്? കാരണം അവർ വിശ്വസിച്ചില്ല എന്നതു തന്നെ. എബ്രായർ അധ്യായം 4. നമുക്കിപ്പോഴും ദൈവം ആ ജനത്തിന് നൽകിയ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഇതാണ്: നമുക്ക് ദൈവത്തിന്റെ വിശ്രമം നേടാൻ കഴിയും. അതിനാൽ ആർക്കും ആ വാഗ്ദാനം ലഭ്യമാകുന്നതിൽ വീഴ്ച വരാതിരിക്കാൻ നാം ബദ്ധശ്രദ്ധാലുക്കളാകണം. നമ്മോടറിയിച്ച അതേ രക്ഷണീയ പാഠം തന്നെയാണ് അവരോടും പറയപ്പെട്ടത്. എന്നാൽ അവർ കേട്ട ഉപദേശം അവരെ സഹായിച്ചില്ല. അവർ ഉപദേശം കേട്ടുവെങ്കിലും വിശ്വാസപൂർവം അവരതിനെ സ്വീകരിച്ചില്ല. വിശ്വാസികളായ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത വിശ്രാന്തി നേടാനുള്ള കഴിവുണ്ട്. ദൈവം പറഞ്ഞതുപോലെ, കോപിഷ്ഠനായി ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തു, അവർ ഒരിക്കലും എന്റെ വിശ്രാന്തിയിൽ പ്രവേശിക്കയില്ല. ദൈവം ഇത് പറഞ്ഞു. എന്നാൽ ലോക സൃഷ്ടി പൂർത്തിയായപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചിരുന്നു. തിരുവഴുത്തിലെ നിശ്ചിതമായ ഏതോ ഭാഗത്തിൽ ആഴ്ചയിലെ 7-ാം ദിവസത്തെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട്. 7-ാം ദിവസം അവൻ എല്ലാ പ്രവൃത്തികളും നിർത്തിവയ്ക്കുകയും വിശ്രമമെടുക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞു: അവർ ഒരിക്കലും പ്രവേശിക്കയില്ലെന്ന് മാത്രമല്ല, അവർ ഒരിക്കലും എന്റെ വിശ്രാന്തിയുള്ളവരുമാകില്ല. ചിലർക്ക് ദൈവത്തിന്റെ വിശ്രാന്തി ഉണ്ടാകുമെന്നത് ഇപ്പോഴും ശരിയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിനുള്ള മാർഗം ആദ്യം കേട്ടവർ പ്രവേശിക്കില്ല. അനുസരിക്കാത്തതിനാലാണ് അവർ പ്രവേശിക്കാത്തത്. അതുകൊണ്ട് ദൈവം മറ്റൊരു പ്രത്യേക ദിനമൊരുക്കി. അത് ഇന്ന് എന്നറിയപ്പെടുന്നു. കാലമേറെ കഴിഞ്ഞ് ദാവീദിലൂടെ ദൈവം ആ ദിവസത്തെപ്പറ്റി സംസാരിച്ചു. നാം നേരത്തെ ഉപയോഗിച്ച ദൈവത്തിന്റെ അതേ തിരുവെഴുത്ത് തന്നെയാണത്. ഇന്നു നീ ദൈവത്തിന്റെ സ്വരം കേൾക്കുമെങ്കിൽ പണ്ടെന്ന പോലെ ശാഠ്യം പിടിക്കരുത്. ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രാന്തിയിലേക്ക് യോശുവ ജനങ്ങളെ നയിച്ചില്ല എന്ന് നമുക്കറിയാം. ദൈവം പിന്നീട് മറ്റൊരു വിശ്രമ ദിനത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിതറിയാം. ഇത് വെളിവാക്കുന്നത് ദൈവജനത്തിനായുള്ള ആ ശബത്ത് ദിവസ വിശ്രാന്തി ഇനിയും വരുന്നതേ ഉള്ളൂ എന്നാണ്. ദൈവം തന്റെ പ്രവൃത്തിയുടെ സമാപനത്തിൽ വിശ്രമിച്ചു. അതിനാൽ ദൈവത്തിന്റെ വിശ്രാന്തിയിൽ പ്രവേശിച്ച് അത് ഉൾക്കൊള്ളുവാനാകുന്നവൻ ദൈവം ചെയ്തതുപോലെ അവരുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയവനായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്രാന്തിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആകാവുന്നതിന്റെ പരമാവധി ശ്രമിക്കാം. അനുസരണക്കേടുകൊണ്ട് അവർ തോറ്റതുപോലെ നമ്മളാരും തോൽക്കാതിരിക്കേണ്ടതിലേക്കായി നാം കഠിനമായി പരിശ്രമിക്കണം. ദൈവവചനം സജീവവും പ്രവർത്തിക്കുന്നതുമാണ്. അവന്റെ വാക്ക് ഏറ്റവും മൂർച്ചയുള്ള വാളിനേക്കാൾ
മൂർച്ചയുള്ളതാണ്. ദൈവവചനം എല്ലാ പ്രകാരത്തിലും അതിലേക്ക് ഒരു വാൾ പോലെ ആഴ്ന്നിറങ്ങുന്നതാണ്. അത് പ്രാണനും ആത്മാവും ഒന്നിക്കുന്ന സ്ഥലത്തുവരെയും ആഴ്ന്നിറങ്ങും. ദൈവവചനം സന്ധിയിലൂടെയും മജ്ജയിലൂടെയും തുളച്ചിറങ്ങും. അത് നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെയും അനുഭൂതികളെയും വിധിക്കുന്നു. ഈ ലോകത്തിലെ യാതൊന്നിനെയും ദൈവത്തിൽ നിന്ന് മറച്ചുവെക്കുവാൻ പറ്റില്ല. അവന് എല്ലാം വ്യക്തമായി കാണുവാൻ സാധിക്കും. അവന് മുമ്പിൽ സകലതും തുറന്നിരിക്കുന്നു. കൂടാതെ നാം ജീവിച്ച രീതികളെക്കുറിച്ച് നാം എല്ലാം അവനോട് കണക്ക് പറയേണ്ടി വരും. ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കേണ്ടതിന് പോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവൻ ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. അതിനാൽ നമുക്കുള്ള വിശ്വാസത്തിൽ നമുക്ക് ദൃഢമായി തുടരാം. മഹാപുരോഹിതനായ യേശുവിന് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു ഭൂമിയിൽ വസിക്കെ എല്ലാ പ്രകാരത്തിലും അവൻ പ്രലോഭിതനാക്കപ്പെട്ടു. അവൻ പ്രലോഭിതനാക്കപ്പെട്ടത് നാം പ്രലോഭിതരാകുന്നത് പോലെ തന്നെ ആയിരുന്നു എങ്കിലും അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. യേശു മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് കൃപയുള്ള ദൈവസിംഹാസനം മുമ്പാകെ ധൈര്യത്തോടെ നമുക്ക് വരാം. അവിടെ വേണ്ടപ്പോൾ കൃപയും ദയയും സഹായത്തിനായി നമുക്ക് ലഭിക്കും. എബ്രായർ അധ്യായം 5. ഓരോ മഹാപുരോഹിതനും ജനങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ദൈവത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ആൾക്കാരെ സഹായിക്കുക എന്ന പ്രവൃത്തിയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ആ പുരോഹിതൻ പാപപരിഹാരത്തിന് ദൈവത്തിന് കാഴ്ചകളും യാഗങ്ങളും അർപ്പിക്കണം. മഹാപുരോഹിതനും എല്ലാ ആൾക്കാരെയും പോലെ ബലഹീനനാണ്. അതിനാൽ ധാരണാശേഷിയില്ലാത്തവരോടും ദുഷ്കർമ്മികളോടും മൃദുലഭാവം കൈക്കൊള്ളാൻ അവന് സാധിക്കും. ജനങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി മഹാപുരോഹിതൻ യാഗങ്ങൾ അർപ്പിക്കുന്നു. എന്നാൽ മഹാപുരോഹിതന് സ്വന്തം ബലഹീനതകളുണ്ട്. അതിനാൽ അവന്റെ തന്നെ പാപത്തിനും അയാൾ യാഗമർപ്പിക്കണം. ഒരു മഹാപുരോഹിതനാകുക എന്നത് ഒരു പദവിയാണ്. എന്നാൽ യാതൊരുവനും ഈ പ്രവൃത്തിക്കായി സ്വയം തിരഞ്ഞെടുക്കപ്പെടുകയില്ല. ആ വ്യക്തി പണ്ട് അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടണം. ക്രിസ്തുവിന്റെ കാര്യത്തിലും അതുതന്നെയാണ്. മഹാപുരോഹിതന്റെ പ്രഭാവത്തിലേക്ക് അവൻ സ്വയം തിരഞ്ഞെടുത്തില്ല. എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവം ക്രിസ്തുവിനോട് പറഞ്ഞു, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിന്റെ പിതാവായി. വീണ്ടും തിരുവെഴുത്തിന്റെ മറ്റൊരു ഭാഗത്തിൽ ദൈവം പറയുന്നു, മൽക്കീസദേക്കിനെ പോലെ നീ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കും. ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. യേശു ദൈവത്തോട് കണ്ണീരോടുകൂടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം ഒരുവന് മാത്രമാണ് അവനെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞത്. ദൈവം യേശുവിന്റെ പ്രാർത്ഥന കേട്ടു. കാരണം യേശു വിനീതനും ദൈവം ആഗ്രഹിച്ചതെല്ലാം നിവർത്തിച്ചവനുമാണ്. യേശു ദൈവത്തിന്റെ പുത്രനായിരുന്നു. എന്നാൽ യേശു താൻ സഹിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനായി സഹിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ യേശു പരിപൂർണനായി. അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നേക്കും മോക്ഷം ലഭിക്കുമെന്നുള്ളതിന് ഹേതു യേശുവാണ്. ദൈവം മൽക്കീസദേക്കിനെ പോലെ യേശുവിനെയും മഹാപുരോഹിതനാക്കി. ഇതിനെപ്പറ്റി പറയുവാൻ ഞങ്ങൾക്ക് പലതുമുണ്ട്. എന്നാൽ അത് വിശദീകരിക്കുക ക്ലേശകരമാണ്. കാരണം ഗ്രഹിക്കുവാനുള്ള ശ്രമം നിങ്ങൾ നിർത്തി. അധ്യാപകരാകാൻ തക്ക സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഉപദേശത്തിന്റെ ആദ്യ പാഠം ഇപ്പോഴും പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് ചിലരെ ആവശ്യമുണ്ട്. ദ്രാവക പാലുരൂപത്തിലുള്ള ആദ്യ പാഠങ്ങളാണ് നിങ്ങൾക്കിപ്പോഴും ആവശ്യം. ഖരഭക്ഷണം കഴിക്കുവാൻ നിങ്ങളായിട്ടില്ല. പാൽ ഭക്ഷണമായിട്ട് തുടരുന്നവൻ ഇപ്പോഴും ശിശുവാണ്. ആ വ്യക്തിക്ക് ശരിയായ പാഠങ്ങളെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. എന്നാൽ ശിശുക്കളെപ്പോലെ ആകുന്നത് നിർത്തിയ ആൾക്കാർക്കുള്ളതാണ് ഖരഭക്ഷണം. അത് ആത്മാവിൽ വളർച്ച പ്രാപിച്ച ആൾക്കാർക്കുള്ളതാണ്. ആ ജനങ്ങൾ നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ സ്വയം പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്.
എബ്രായർ അധ്യായം 6. അതിനാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ നാം പഠിച്ച് പൂർത്തിയാക്കേണ്ടതായിരുന്നു. നാം തുടങ്ങിയിടത്തേക്ക് തിരികെ പോകരുത്. നാം നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതം തുടങ്ങിയത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും പണ്ട് നാം ചെയ്ത തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടുമാണ്. അക്കാലത്ത് സ്നാനങ്ങളെക്കുറിച്ചും കൈവെപ്പ് ശുശ്രൂഷയെക്കുറിച്ചുമാണ് നമ്മെ പഠിപ്പിച്ചിരുന്നത്. മരണത്തിൽ നിന്നുള്ള ജനങ്ങളുടെ ഉത്ഥാനത്തെക്കുറിച്ചും എല്ലാ കാലത്തേക്കും തുടരുന്ന വിധിയെയും അതിന്റെ ഫലത്തെയും കുറിച്ചുമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഗഹനമായ പാഠങ്ങളിലേക്ക് നമുക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു. ദൈവം അനുവദിക്കുമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും. ജനങ്ങൾ ക്രിസ്തുമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചതിനു ശേഷം വീണ്ടും അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ നിങ്ങൾക്കാകുമോ? സത്യം ഗ്രഹിച്ച ആൾക്കാരെ പറ്റിയാണ് ഞാനിത് പറയുന്നത്. അവർ ദൈവത്തിന്റെ ദാനം സ്വീകരിക്കുക വഴി പരിശുദ്ധ ആത്മാവിൽ പങ്കുള്ളവരാകുകയും ചെയ്തു. അക്കൂട്ടർ ദൈവഭാഷണം ശ്രവിക്കുകയും ദൈവത്തിന്റെ പുതുലോകത്തിന്റെ ശക്തി കാണുകയും ചെയ്തു എന്നു മാത്രമല്ല, ആ കാര്യങ്ങൾ അത്രയും നല്ലതാണെന്ന് അവർ അനുഭവിച്ചറിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് അക്കൂട്ടർ ക്രിസ്തുമാർഗം ഉപേക്ഷിച്ചു അവരുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തി. അവരെ ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുമാർഗ ത്യജികളായ അക്കൂട്ടർ അതുവഴി യഥാർത്ഥത്തിൽ വീണ്ടും ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. അക്കൂട്ടർ സകല ജനതകളുടെയും മുമ്പിൽ ക്രിസ്തുവിന് നാണക്കേട് കൊണ്ടുവരുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശം പോലെയാണവർ. ഒരു കൃഷിക്കാരൻ ജനങ്ങൾക്ക് ആഹാരം ലഭിക്കത്തക്ക വിധത്തിൽ ആ ഭൂമിയെ ഒരുക്കുകയും അതിൽ നടുകയും ചെയ്യുന്നു. ആ നിലം ജനോപകാരിയായ നിലം പുറപ്പെടുവിക്കുമെങ്കിൽ ആ നിലത്തിന് ദൈവത്തിന്റെ ആശീർവാദമുണ്ട്. എന്നാൽ ആ നിലം കളകളും മുള്ളുകളുമാണ് വളർത്തുന്നതെങ്കിൽ അത് ഫലശൂന്യമാണ്. ദൈവശാപം കിട്ടത്തക്ക വിധം ആ നിലം അപകടത്തിലാണ്. ആ നിലം തീയാൽ നശിപ്പിക്കപ്പെടും. പ്രിയരെ, ഞങ്ങൾ ഈ കാര്യം പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിക്കുന്നു. ദൈവം നീതിയുള്ളവനാണ്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ സ്മരിക്കും. അവന്റെ ജനങ്ങളെ തുടരെ സഹായിച്ചുകൊണ്ട് അവനോടുള്ള സ്നേഹം നിങ്ങൾ കാണിച്ചുവെന്ന് ദൈവം സ്മരിക്കും. നിങ്ങൾ അവന്റെ ആളുകളെ നിരന്തരം സഹായിക്കുമെന്നും അവൻ ഓർക്കും. നിങ്ങളുടെ ജീവിതം മുഴുവനും അതേ കഠിന പരിശ്രമം നിങ്ങൾ ഓരോരുത്തരും തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മഹത് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അലസരാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ലഭ്യമാകുന്നവരെ പോലെ ആകണം നിങ്ങളെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വാസവും ക്ഷമയുമുള്ളവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനം ലഭിക്കുന്നു. ദൈവം അബ്രഹാമിനോട് ഒരു പ്രതിജ്ഞ ചെയ്തു. അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സഫലമാക്കുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. തന്നേക്കാൾ ഉന്നതനായ മറ്റൊരുവനില്ലെന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നതുകൊണ്ട് അവൻ ഇത് ചെയ്യുമെന്ന് സ്വന്തം നാമത്തിൽ പ്രതിജ്ഞ ചെയ്തു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സത്യമായും അനുഗ്രഹിക്കും. ഞാൻ ധാരാളം അനന്തരാവകാശികളെ നിനക്ക് തീർച്ചയായും തരും. ഇതിന്റെ സബലീകരണത്തിനായി അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്നു. പിന്നീട് ദൈവം വാഗ്ദാനം ചെയ്തതെന്തോ അതവന് ലഭ്യമായി. ജനങ്ങൾ തങ്ങളെക്കാൾ ഉന്നതനായ മറ്റൊരുവന്റെ നാമം ഒരു പ്രതിജ്ഞയെടുക്കുമ്പോൾ ഉപയോഗിക്കും. അവർ പറയുന്നത് ശരിയാണെന്ന് ആ പ്രതിജ്ഞ തെളിയിക്കുന്നു. അവർ പറഞ്ഞതിനെ ചൊല്ലിയുള്ള എല്ലാ തർക്കവിതർക്കങ്ങളും ഇത് അവസാനിപ്പിക്കും. തന്റെ വാഗ്ദാനം സത്യമാണെന്ന് തെളിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ലഭിക്കുന്നവരോട് ഇക്കാര്യം തെളിയിക്കാൻ അവൻ ആഗ്രഹിച്ചു. തന്റെ പദ്ധതി ഒരിക്കലും മാറുന്നതല്ലെന്ന് അക്കൂട്ടർ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുക വഴി അത് ശരിയാണെന്ന് അവൻ തെളിയിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനവും പ്രതിജ്ഞയും പിൻവലിക്കാനോ റദ്ദു ചെയ്യാനോ പറ്റാത്തതുമാണ്. വാഗ്ദാനം ചെയ്യുമ്പോഴും ഉടമ്പടി ചെയ്യുമ്പോഴും നുണ പറയാൻ ദൈവത്തിന് സാധ്യമല്ല.
അതിനാൽ ദൈവത്തിന്റെ പക്കലേക്ക് സുരക്ഷിതത്വത്തിനായി ചെന്ന ഞങ്ങൾക്ക് ഇത് വലിയ പ്രോത്സാഹനമേകുന്നു. ദൈവം നൽകിയ ആ പ്രതീക്ഷയിൽ തുടരുവാൻ ആ രണ്ട് കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നു. ഞങ്ങൾക്കുള്ള ഈ പ്രത്യാശ ഒരു നങ്കൂരം പോലെയാണ്. അത് ശക്തവും ഉറച്ചതും നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നതുമാണ്. സ്വർഗീയ ദൈവാലയത്തിന്റെ പിൻവരിക്കുള്ളിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അത് പോകും. യേശു നേരത്തെ തന്നെ അവിടെ പ്രവേശിച്ചു നമുക്ക് വേണ്ടിയുള്ള പാത തുറന്നു. മൽക്കീസദേക്കിനെ പോലെ യേശു എന്നേക്കുമുള്ള മഹാപുരോഹിതനായി. എബ്രായർ അധ്യായം 7. ശാലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു മൽക്കീസദേക്ക്. രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം തിരികെ വന്ന അബ്രഹാമിനെ മൽക്കീസദേക്ക് കണ്ടുമുട്ടി. ആ ദിവസം മൽക്കീസദേക്ക് അബ്രഹാമിനെ ആശീർവദിച്ചു. അബ്രഹാം തനിക്കുള്ളതിന്റെ എല്ലാം ദശാംശം മൽക്കീസദേക്കിന് നൽകി. മൽക്കീസദേക്കിന്റെ പേരിനർത്ഥം നീതിയുടെ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നർത്ഥം വരുന്ന ശാലേമിന്റെ രാജാവ് എന്നുമാണ്. മൽക്കീസേദേക്കിന്റെ അപ്പനും അമ്മയും ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ നിന്നാണ് അവൻ വന്നതെന്നും ആർക്കും അറിയില്ല. എന്നു മാത്രമല്ല, അവൻ ജനിച്ചതെന്നാണെന്നോ മരിച്ചതെന്നാണെന്നോ ആർക്കും അറിയില്ല. മൽക്കീസേദേക്ക് ദൈവത്തിന്റെ പുത്രനെ പോലെയാണ്. നിത്യപുരോഹിതനായി അവൻ തുടരുന്നു. മൽക്കീസേദേക്ക് വലിയ മഹാനായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ മഹാപിതാവായ അബ്രഹാം യുദ്ധത്തിൽ താൻ നേടിയ എല്ലാത്തിന്റെയും ദശാംശം മൽക്കീസേദേക്കിന് നൽകി. ന്യായപ്രമാണം പറയുന്നത് പ്രകാരം ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർക്ക് സ്വന്തം ജനങ്ങളിൽ നിന്ന് ദശാംശം വാങ്ങാം. അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായ സ്വന്തം ആളുകളിൽ നിന്ന് പോലും പുരോഹിതർ ദശാംശം പിരിച്ചെടുക്കുന്നു. മൽക്കീസേദേക്ക് ലേവി ഗോത്രത്തിൽ നിന്നുള്ളവനല്ല. എന്നിട്ടും അവന് അബ്രഹാമിൽ നിന്ന് ദശാംശം കിട്ടി. ഇതിനു പുറമെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്ന അബ്രഹാമിനെ അവൻ ആശീർവദിച്ചു. ഉന്നതനായ ഒരു വ്യക്തി തന്നേക്കാൾ ഔന്നിത്യം കുറഞ്ഞവനെ ആശീർവദിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ദശാംശങ്ങൾ ലഭിക്കുന്ന ആ പുരോഹിതർ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. എന്നാൽ അബ്രഹാമിൽ നിന്ന് ദശാംശം കിട്ടിയ മൽക്കീസേദേക്ക് തിരുവെഴുത്തുകൾ പറയും പോലെ തുടർന്നും ജീവിക്കുന്നു. ജനങ്ങളിൽ നിന്ന് ദശാംശം കിട്ടുന്നത് ലേവിക്കാണ്. എന്നാൽ അബ്രഹാം മൽക്കീസേദേക്കിന് ഒരു ദശാംശം കൊടുത്തപ്പോൾ ലേവിയും അത് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ലേവി എന്ന് ജനിച്ചിട്ട് പോലുമില്ല. മൽക്കീസേദേക്ക് അബ്രഹാമിനെ കണ്ടുമുട്ടിയപ്പോൾ ലേവി തന്റെ മുൻഗാമിയായ അബ്രഹാമിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ക്രമത്തിന് വിധേയമായാണല്ലോ ജനങ്ങൾക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടത്. എന്നാൽ ആ പുരോഹിത ക്രമത്തിന് ജനങ്ങളെ പൂർണ്ണരാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ മറ്റൊരു പുരോഹിതൻ വരേണ്ടത് ആവശ്യമായിരുന്നു. മൽക്കീസേദേക്കിനെ പോലെയും എന്നാൽ അഹരോനെ പോലെയും അല്ലാത്ത ഒരു പുരോഹിതൻ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത ക്രമത്തിലുള്ള പുരോഹിതൻ ആഗതനാകുമ്പോൾ ന്യായപ്രമാണവും മാറ്റപ്പെടണം. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ഒരു വ്യത്യസ്ത ഗോത്രത്തിൽ നിന്നുള്ളവനാണവൻ. ആ ഗോത്രത്തിൽപ്പെട്ട ഒരുവനും യാഗപീഠത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവായ ക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ആ ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതരെക്കുറിച്ച് മോശെ ഒന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയും കൂടുതൽ വ്യക്തമാക്കി വരുന്ന പുതിയ പുരോഹിതൻ ക്രിസ്തു മൽക്കീസദേക്കിനെ പോലെയുള്ളവനാണ്. അവന്റെ പിതൃത്വത്തിന്റെ ബലത്തിന്മേലുള്ള ചട്ടങ്ങളാലോ ന്യായപ്രമാണങ്ങളാലോ അല്ല, എന്നേക്കും തുടരുന്ന തന്റെ ജീവശക്തിയിലൂടെയാണ് അവനെ ഒരു പുരോഹിതനാക്കിയത്. തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു: മൽക്കീസേദേക്കിന്റെ പുരോഹിത ക്രമത്തിൽ നീ ഒരു നിത്യ പുരോഹിതനാണ്. വ്യർത്ഥവും ദുർബലവുമായ കാരണങ്ങളാൽ ആ പഴയ ചട്ടങ്ങൾ ഇപ്പോൾ നിലവിലില്ല. മോശയുടെ ന്യായപ്രമാണത്തിന് യാതൊന്നിനെയും പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു ശ്രേഷ്ഠ പ്രതീക്ഷ
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസാമീപ്യത്തിലേക്ക് ചെല്ലാം. ക്രിസ്തുവിനെ മഹാപുരോഹിതനാക്കിയപ്പോൾ ദൈവം ഒരു പ്രതിജ്ഞ ചെയ്തു എന്നതും പ്രാധാന്യമർഹിക്കുന്നു. ഇതരർ പുരോഹിതരായപ്പോൾ യാതൊരു വാഗ്ദാനവുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനപ്രകാരം ക്രിസ്തു ഒരു പുരോഹിതനായി. ദൈവം പറഞ്ഞു, അചഞ്ചലമാം വിധം കർത്താവ് ഒരു പ്രതിജ്ഞ ചെയ്തു, നീ ഒരു നിത്യ പുരോഹിതനാണ്. അതിനാൽ ദൈവത്തിൽ നിന്ന് തന്റെ ജനങ്ങൾക്കുള്ള മെച്ചപ്പെട്ട നിയമത്തിന്റെ ഒരു ഉറപ്പാണ് ക്രിസ്തു എന്നാണ് ഇതർത്ഥമാക്കുന്നത്. ഇതര പുരോഹിതർ മരിച്ചുപോയതുകൊണ്ട് ഒരുവന് നിത്യ പുരോഹിതരായിരിക്കുന്നത് തുടരാൻ സാധിച്ചില്ല. അത്തരം ധാരാളം പുരോഹിതർ ഉണ്ടായിരുന്നു. എന്നാൽ യേശു എന്നേക്കും ജീവിക്കുന്നു. പൗരോഹിത്യ സേവനത്തിൽ നിന്ന് അവൻ ഒരിക്കലും വിരമിക്കില്ല. അതിനാൽ ക്രിസ്തുവിന് അവനിലൂടെ ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ രക്ഷിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന് എന്നേക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. കാരണം അവൻ എന്നും എന്നേക്കും ജീവിക്കുകയും ജനങ്ങൾ ദൈവം മുമ്പാകെ വരുമ്പോൾ അവരെ എപ്പോഴും സഹായിക്കാൻ തയ്യാറുമാണ് എന്നത് തന്നെ. അതിനാൽ നമുക്കാവശ്യമുള്ള തരത്തിലുള്ള മഹാപുരോഹിതനാണ് ക്രിസ്തു. അവൻ വിശുദ്ധനാണ്. അവനിൽ യാതൊരു പാപവും ഇല്ല. അവൻ നിർമ്മലനും പാപികളാൽ സ്വാധീനിക്കപ്പെടാത്തവനുമാണ്. അവൻ സ്വർഗങ്ങൾക്കുപരിയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇതര പുരോഹിതരെ പോലെയല്ല. ആ ഇതര പുരോഹിതർ ദൈനംദിനം യാഗമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർ ആദ്യമേ സ്വപാപത്തിനു വേണ്ടിയും പിന്നീട് ജനങ്ങളുടെ പാപത്തിനു വേണ്ടിയും യാഗമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തു അത് ചെയ്യേണ്ടതില്ല. ക്രിസ്തു എക്കാലത്തേക്കുമായി ഒരു യാഗമർപ്പിച്ചു. ക്രിസ്തു സ്വയം അർപ്പിച്ചു. സാധാരണ ജനങ്ങളെ, ബലഹീനതകളുള്ളവരെ മഹാപുരോഹിതന്മാരായി ന്യായപ്രമാണം തിരഞ്ഞെടുത്തു. എന്നാൽ ന്യായപ്രമാണത്തിനു ശേഷം ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. ദൈവം പ്രതിജ്ഞ വഴിയായി ആ വാക്കുകൾ പറഞ്ഞു. ആ വചനങ്ങൾ ദൈവപുത്രനെ മഹാപുരോഹിതനാക്കി. ആ പുത്രൻ നിത്യമായി പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു. എബ്രായർ അധ്യായം 8. ഞങ്ങൾ പറയുന്നതിന്റെ കാതലായ കാര്യം ഇതാണ്: ഞങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു മഹാപുരോഹിതൻ ഇപ്പോൾ നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാ മഹാപുരോഹിതർക്കും ദൈവത്തിനായി കാഴ്ചകളും യാഗങ്ങളും അർപ്പിക്കേണ്ട ജോലിയുണ്ട്. അതിനാൽ നമ്മുടെ മഹാപുരോഹിതനും തീർച്ചയായും ദൈവത്തിന് എന്തെങ്കിലും അർപ്പിക്കണം. നമ്മുടെ മഹാപുരോഹിതൻ ഭൂമിയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവനൊരു പുരോഹിതനാകാൻ കഴിയുമായിരുന്നില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന വിധത്തിൽ കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതനാകാൻ കഴിയുമായിരുന്നില്ല. ഈ പുരോഹിതർ ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പകർപ്പും സ്വർഗീയ കാര്യങ്ങളുടെ നിഴലുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കൂടാരം നിർമ്മിക്കാൻ തയ്യാറായപ്പോൾ മോശയെ ദൈവം താക്കീത് ചെയ്തത്. പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന അതേ രൂപരേഖയിൽ തന്നെ എല്ലാം നിർമ്മിതമാവുമെന്ന് തീർച്ചപ്പെടുത്തുക. എന്നാൽ ക്രിസ്തുവിന് നൽകിയ പ്രവൃത്തി മറ്റു പുരോഹിതർക്ക് നൽകിയതിനേക്കാൾ ഏറെ വലുതായിരിക്കുന്നു. അതേപോലെ ദൈവത്തിൽ നിന്ന് ജനങ്ങൾക്കായി ക്രിസ്തു എത്തിച്ച പുതിയ നിയമം പഴയതിനേക്കാൾ ഏറെ ഉന്നതമായിരുന്നു. പുതിയ നിയമമാകട്ടെ മെച്ചപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമാണ്. ആദ്യ നിയമത്തിൽ കുറവൊന്നുമില്ലായിരുന്നു എങ്കിൽ രണ്ടാമതൊന്നിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ജനങ്ങളിൽ എന്തോ കുഴപ്പം ദൈവം കണ്ടെത്തി. ദൈവം പറഞ്ഞു, ഇസ്രായേല്യർക്കും യഹൂദർക്കും ഞാൻ ഒരു പുതിയ നിയമം നൽകുന്ന സമയം വരുന്നു എന്ന് കർത്താവ് പറയുന്നു. ഞാൻ അവരുടെ പൂർവികരുടെ കൈക്കു പിടിച്ചു മിസ്രൈമിന് പുറത്തേക്ക് നയിച്ചപ്പോൾ നൽകിയ നിയമം പോലുള്ളതല്ലിത്. ഞാൻ അവരുമായി ഊട്ടിയുറപ്പിച്ച ആ നിയമത്തോട് അവർ കൂറുപുലർത്താത്തതിനാൽ ഞാൻ അവരിൽ നിന്നകന്നു എന്ന് കർത്താവ് പറയുന്നു. ഇതാണ് ഞാൻ ഇസ്രായേൽ ജനതയ്ക്കു നൽകുന്ന പുതിയ നിയമം. ഞാൻ ഈ നിയമം ഭാവിയിൽ നൽകും, കർത്താവ് പറയുന്നു. എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ മനസ്സിൽ സ്ഥാപിക്കുകയും
അവരുടെ ഹൃദയത്തിൽ എഴുതുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കുകയും ചെയ്യും. ഒരിക്കലും ഒരുവന് തന്റെ സഹോദരനെയോ ദൈവത്തിന്റെ മറ്റു ജനത്തെയോ പഠിപ്പിക്കേണ്ടി വരില്ല. ദൈവത്തെ അറിയുക എന്ന് അവൻ അവരോട് പറയേണ്ടത് ആവശ്യമായും വരില്ല. എന്തുകൊണ്ടെന്നാൽ സകലരും, ഉന്നതനും എളിയവനും എന്നെ അറിയും. കൂടാതെ എനിക്കെതിരായി അവർ ചെയ്ത തെറ്റുകൾ ഞാൻ പൊറുക്കും. അവരുടെ പാപങ്ങളെ ഞാനൊട്ട് സ്മരിക്കുകയുമില്ല. ദൈവം ഇതിനെ പുതിയ നിയമമെന്ന് വിളിച്ചതിനാൽ പ്രഥമ നിയമം അവൻ പഴയതാക്കി. പഴയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ എന്തും അപ്രത്യക്ഷമാകാൻ യോഗ്യമാണ്. എബ്രായർ അധ്യായം 9. പ്രഥമ നിയമത്തിൽ ആരാധനയ്ക്കു വേണ്ടിയുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു. അതിന് ഒരു മനുഷ്യനിർമ്മിതമായ ആരാധന സ്ഥലവും ഉണ്ടായിരുന്നു. ഈ സ്ഥലം ഒരു കൂടാരത്തിനകത്തായിരുന്നു. കൂടാരത്തിലെ പ്രഥമ സ്ഥലം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടു. വിശുദ്ധ സ്ഥലത്തായിരുന്നു ദീപങ്ങളും ദൈവത്തിനു വേണ്ടിയുള്ള യാഗത്തിനായി പ്രത്യേക അപ്പം അർപ്പിക്കുന്ന മേശയും സജ്ജീകരിച്ചിരുന്നത്. രണ്ടാമത്തെ തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലമെന്ന താവളവും ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നത് കുന്തുരുക്കം പുകയ്ക്കുന്നതിനായി ഒരു സ്വർണം കൊണ്ടുള്ള യാഗപീഠമായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പഴയ നിയമം സംവഹിക്കുന്ന വിശുദ്ധ പേടകമുണ്ടായിരുന്നു. പേടകം സ്വർണം പൊതിഞ്ഞതായിരുന്നു. മന്നായിരിക്കുന്ന സ്വർണഭരണിയും അഹരോന്റെ ഒരിക്കൽ ഇല തളർത്ത വടിയും ഈ പേടകത്തിലുണ്ടായിരുന്നു. കൂടാതെ ആ പേടകത്തിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ എഴുതിയിരുന്ന ശിലാഫലകങ്ങളുമുണ്ടായിരുന്നു. പേടകത്തിനു മുകളിൽ ദൈവമഹത്വം കാണിച്ച കെരൂബുകളും ഉണ്ടായിരുന്നു. പാപപരിഹാരം ചെയ്യുന്ന കൃപാസനത്തിനു മുകളിൽ കെരൂബുകൾ നിന്നു. എന്നാൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല. ഞാൻ വിവരിച്ചിട്ടുള്ളതുപോലെ കൂടാരത്തിനകത്ത് സർവ്വതും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നീട് പുരോഹിതന്മാർ ദൈനംദിനം ആദ്യത്തെ മുറിയിൽ പ്രവേശിച്ച് ആരാധന നടത്തി. എന്നാൽ മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അത് തന്നെയുമല്ല, വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ രക്തവും തന്റെ കൂടെ എടുത്തുകൊണ്ട് മാത്രമേ അതിനുള്ളിൽ പ്രവേശിച്ചിരുന്നുള്ളൂ. തന്റെയും ജനങ്ങളുടെയും പാപത്തിനു വേണ്ടി പുരോഹിതർ രക്തം ദൈവത്തിനർപ്പിച്ചു. പാപമാണ് ചെയ്യുന്നത് എന്നറിയാതെ ജനം ചെയ്തു കൂട്ടിയ പ്രവൃത്തികളാണ് ആ പാപങ്ങൾ. പ്രഥമ മുറി നിലനിൽക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത തുറന്നിരുന്നില്ല എന്ന് പഠിപ്പിക്കുവാനായി പരിശുദ്ധാത്മാവ് ആ 2 വേറിട്ട മുറികൾ ഉപയോഗിച്ചിരുന്നു. ഇത് നമുക്കിന്നത്തേക്കുള്ള ഉദാഹരണമാണ്. ദൈവത്തെ ആരാധിച്ചിരുന്ന മനുഷ്യരെ ആന്തരികമായി ശുദ്ധീകരിക്കുവാൻ കാഴ്ചകളും യാഗങ്ങളും ഉതകിയിരുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. തന്റെ ഹൃദയത്തിൽ പരിപൂർണതയുള്ള ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ അത്തരം യാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ കാഴ്ചകളും യാഗങ്ങളും ഭക്ഷണത്തെയും പാനീയത്തെയും ആചാര ശുചീകരണത്തെയും കുറിച്ച് മാത്രമുള്ളതാണ്. അക്കാര്യങ്ങൾ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത ശരീരത്തെക്കുറിച്ചുള്ള ചട്ടങ്ങളാണ്. ദൈവത്തിന്റെ പുതിയ പാന്താവ് വരേക്കും തന്റെ ജനത്തിന് പിന്തുടരേണ്ട ചട്ടങ്ങളാണ് ദൈവം നൽകിയത്. എന്നാൽ ക്രിസ്തു മഹാപുരോഹിതനായി നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ നമുക്കുള്ള നല്ലതുകളുടെ മഹാപുരോഹിതനാണവൻ. ഇതര പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തതുപോലെയുള്ള കൂടാരത്തിൽ ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നില്ല. ആ കൂടാരത്തിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് സമ്പൂർണമാണ്. ഇത് മനുഷ്യനിർമ്മിതമല്ല. ഇത് ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റേതുമല്ല. ക്രിസ്തു ഒരിക്കലേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചുള്ളൂ. എക്കാലത്തേക്കായും അത് മതിയായിരുന്നു. ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് സ്വരക്തത്താലാണ്, അല്ലാതെ കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്താലല്ല. ക്രിസ്തു അവിടേക്ക് പ്രവേശിക്കുകയും നമുക്ക് വേണ്ടി നിത്യമായ സ്വാതന്ത്ര്യം തരുകയും ചെയ്തു. ആരാധനാ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മതിയായ ശുദ്ധത ഇതുവരെയും ഇല്ലാത്തവരുടെ മേൽ കോലാടിന്റെയും കാളയുടെയും രക്തവും പശുഭസ്മവും വിതറി. ആ രക്തവും ചാരവും അവരെ വീണ്ടും ശുദ്ധരാക്കി. അത് ശരീരത്തെ മാത്രമായി ശുദ്ധമാക്കി. അതിനാൽ തീർച്ചയായും ക്രിസ്തുവിന്റെ രക്തത്തിന് കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കും.
ദൈവത്തിന് ഒരു പരിപൂർണ യാഗമായി തന്റെ ശാശ്വതാത്മാവിലൂടെ ക്രിസ്തു സ്വയം അർപ്പിച്ചു. നാം ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അവന്റെ രക്തം നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. നമ്മുടെ മനസാക്ഷികളെ പോലും അവന്റെ രക്തം ശുദ്ധമാക്കും. ജീവിക്കുന്ന ദൈവത്തെ സേവിക്കത്തക്ക വിധം നാം ശുദ്ധരാക്കപ്പെടും. അതിനാൽ ക്രിസ്തു തന്റെ ജനത്തിനായി ദൈവത്തിൽ നിന്ന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ജനങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ലഭിക്കത്തക്കവിധമാണ് ക്രിസ്തു ആ പുതിയ നിയമം കൊണ്ടുവന്നത്. ദൈവജനത്തിന് ആ കാര്യങ്ങൾ എന്നേക്കും ലഭ്യമാകും. പഴയ നിയമത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് ക്രിസ്തു മരിച്ചതിനാലാണ് അവർക്ക് ആ കാര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നത്. ഒരുവൻ മരിക്കുമ്പോൾ ഒരു വിൽപത്രം അവശേഷിപ്പിച്ചാൽ വിൽപത്രം എഴുതിയാൾ മരിച്ചുവെന്ന് ജനങ്ങൾ തെളിയിക്കണം. വിൽപത്രം എഴുതിയാൾ ജീവിച്ചിരിക്കുമ്പോൾ അത് പ്രാവർത്തികമാകയില്ല. വിൽപത്രം അയാളുടെ മരണശേഷമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ദൈവവും അവന്റെ ജനങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നിയമത്തിന്റെ കാര്യവും അതുതന്നെ. നിയമം പ്രാവർത്തികമാകുന്നതിനു മുമ്പ് മരണം നടന്നിരിക്കണം. ആദ്യം മോശെ ന്യായപ്രമാണത്തിലുള്ള എല്ലാ കൽപ്പനകളും ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് മോശെ പശുക്കിടാങ്ങളുടെ രക്തമെടുത്ത് വെള്ളവുമായി കലർത്തി. പിന്നീട് ആ ന്യായപ്രമാണ പുസ്തകത്തിലും എല്ലാ ജനങ്ങളുടെ മേലും രക്തവും ജലവും തളിക്കാനായി ചുവപ്പ് കമ്പിളിയും ഈസോപ്പും അവൻ ഉപയോഗിച്ചു. പിന്നീട് നിങ്ങൾ പിന്തുടരാൻ ദൈവം ആവശ്യപ്പെട്ട നിയമത്തെ ഉറപ്പിക്കുന്ന രക്തമാണിത്. നിങ്ങൾ പിന്തുടരണമെന്ന് ദൈവം കൽപ്പിച്ച നിയമം ഇതാണെന്നും മോശെ പറഞ്ഞു. ഇതേ രീതിയിൽ മോശെ വിശുദ്ധ കൂടാരത്തിനു മുകളിലും രക്തം തളിച്ചു. ആരാധനയിൽ ഉപയോഗിച്ച സകല വസ്തുക്കളിന്മേലും അവൻ ആ രക്തം തളിച്ചു. ഏതാണ്ട് എല്ലാം തന്നെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ന്യായപ്രമാണം പറയുന്നു. രക്തത്താലല്ലാതെ പാപം മോചിക്കപ്പെടുന്നില്ല. സ്വർഗത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങളുടെ പകർപ്പാണ് ഇക്കാര്യങ്ങൾ. ഈ പകർപ്പുകൾ അത്രയും മൃഗയാഗത്താൽ ശുദ്ധീകരിക്കപ്പെടണമെന്നായിരുന്നു. എന്നാൽ സ്വർഗത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങൾക്ക് ഇതിലും മെച്ചമായ യാഗം ആവശ്യമുണ്ട്. ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി. എന്നാൽ മനുഷ്യനിർമ്മിതമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ക്രിസ്തു പ്രവേശിച്ചില്ല. ആ അതിവിശുദ്ധ സ്ഥലം യഥാർത്ഥത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തിന്റെ പകർപ്പ് മാത്രമാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് തന്നെ പോയി. ഇപ്പോൾ ക്രിസ്തു നമ്മെ സഹായിക്കാൻ അവിടെ ദൈവമുമ്പാകെയാണ്. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കും. അവൻ വഴിപാടിനായി കൂടെ രക്തവും എടുക്കും. എന്നാൽ ക്രിസ്തു ചെയ്തതുപോലെ അവൻ സ്വന്തം രക്തം അർപ്പിക്കുന്നില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് മഹാപുരോഹിതൻ രക്തം കൊണ്ട് വീണ്ടും വീണ്ടും ശുദ്ധീകരണം നടത്തിയതുപോലെ പലതവണ സ്വയാർപ്പണം ചെയ്യുവാനല്ല. ക്രിസ്തു പല പ്രാവശ്യം സ്വയം അർപ്പിച്ചിരുന്നെങ്കിൽ ലോകസൃഷ്ടി മുതൽ അവൻ പലതവണ കഷ്ടം സഹിക്കേണ്ടത് ആവശ്യമായി വരുമായിരുന്നു. എന്നാൽ ഒരിക്കൽ മാത്രം വരികയും ഒരിക്കൽ മാത്രം സ്വയം അർപ്പിക്കുകയും ചെയ്തു. ആ ഒരു പ്രാവശ്യം സകല കാലത്തേക്കും മതിയായതാണ്. ലോകമതിന്റെ അവസാനത്തെ സമീപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്തു വന്നത്. എല്ലാ പാപത്തെയും ഇല്ലാതാക്കാനായി ഒരു യാഗമായി സ്വയം അർപ്പിക്കാനാണ് ക്രിസ്തു കാലങ്ങളുടെ അന്ത്യഘട്ടത്തിൽ വന്നത്. എല്ലാ വ്യക്തിയും ഒരിക്കൽ മരിക്കണം. അതിനുശേഷം അവൻ ദൈവത്താൽ വിധിക്കപ്പെടും. ഇതുപോലെ തന്നെ അനേകരുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാനായി ക്രിസ്തു ഒരിക്കൽ സ്വയം യാഗമർപ്പിച്ചു. ക്രിസ്തു രണ്ടാമതൊരിക്കൽ വരും. പക്ഷേ ജനങ്ങളുടെ പാപത്തിനു വേണ്ടിയല്ല. അവനുവേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മോക്ഷം നൽകുവാനായിട്ടാണ് ക്രിസ്തു രണ്ടാമത് വരുന്നത്. എബ്രായർ അധ്യായം 10. ഭാവി കാലത്തിൽ ആഗതമാകുന്ന നല്ല കാര്യങ്ങളുടെ ഒരു അവ്യക്ത ചിത്രമേ ന്യായപ്രമാണം നൽകിയുള്ളൂ. എന്നാൽ യഥാർത്ഥ കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ന്യായപ്രമാണം തരുന്നില്ല. കൊല്ലംതോറും അതേ യാഗം തന്നെ അർപ്പിക്കുവാനായി ന്യായപ്രമാണം ജനത്തോട് പറയുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി വരുന്ന ജനങ്ങൾ ഈ യാഗങ്ങൾ വീണ്ടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് ആ ജനങ്ങളെ പൂർണ്ണരാക്കാൻ സാധിക്കില്ല. ന്യായപ്രമാണത്തിന് ജനങ്ങളെ പൂർണ്ണരാക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ആ യാഗങ്ങൾ നേരത്തെ തന്നെ നിർത്തുമായിരുന്നു. ആ ജനങ്ങൾ അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധമാകുമായിരുന്നു. അവരുടെ പാപങ്ങളുടെ പേരിൽ ഇപ്പോഴും
അവർക്ക് കുറ്റബോധം തോന്നില്ലായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് അതൊന്നും സാധിക്കില്ല. അവരുടെ യാഗങ്ങൾ എല്ലാ വർഷവും അവരുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം കാളകളുടെയോ കോലാടുകളുടെയോ രക്തത്തിന് പാപമില്ലാതാക്കാൻ കഴിയുകയില്ല. അതിനാൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ദൈവം യാഗങ്ങളോ വഴിപാടുകളോ ആഗ്രഹിച്ചില്ല, എന്നാൽ നീ എനിക്കായി ഒരു ശരീരമൊരുക്കി. മൃഗങ്ങളെ കൊന്നോ ദഹിപ്പിച്ചോ ഉള്ള യാഗങ്ങളിൽ നീ പ്രീതനായില്ല. പാപം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള യാഗങ്ങളിൽ നീ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, ദൈവമേ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ തിരുവെഴുത്തിൽ ക്രിസ്തു ആദ്യം പറഞ്ഞു: നീ യാഗങ്ങളും വഴിപാടുകളും ആഗ്രഹിക്കുന്നില്ല. പാപത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള യാഗങ്ങളിലോ മൃഗങ്ങളെ കൊന്നോ ദഹിപ്പിച്ചോ ഉള്ള യാഗങ്ങളിലോ നീ പ്രീതനായില്ല. ഈ യാഗങ്ങളെല്ലാം ന്യായപ്രമാണ കൽപ്പനയാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു: ദൈവമേ, ഇതാ ഞാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിനാൽ ദൈവം പഴയ ആ യാഗസമ്പ്രദായം നിർത്തിയിട്ട് തന്റെ പുതിയ പാത തുടങ്ങി. ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അവൻ ചെയ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നാം ശുദ്ധരാക്കപ്പെട്ടത്. ക്രിസ്തു ഒരിക്കൽ ആ യാഗം നടത്തി. എക്കാലത്തേക്കും അത് മതി. എല്ലാ ദിവസവും പുരോഹിതർ നിന്ന് മതാനുഷ്ഠാനം നടത്തുന്നു. പുരോഹിതർ അതേ യാഗങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. എന്നാൽ ആ യാഗങ്ങൾക്ക് ഒരിക്കലും പാപം പരിഹരിക്കാനാവില്ല. എന്നാൽ ക്രിസ്തു ഒരു യാഗമർപ്പിച്ചു. എക്കാലത്തേക്കും അത് മതിയായിരുന്നു. പിന്നീട് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവന്റെ ശത്രുക്കൾ അവന്റെ പാദപീഠമാകുവോളം ക്രിസ്തു അവിടെ കാത്തിരുന്നു. ഒരു യാഗത്തിലൂടെ തന്റെ ജനതയെ ക്രിസ്തു നിത്യമായി പൂർണ്ണരാക്കി. വിശുദ്ധരാക്കപ്പെടുന്നവർ അവരാണ്. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവും നമ്മോട് ഇങ്ങനെ പറയുന്നു: ഇതാണ് ഭാവിയിൽ ഞാൻ എന്റെ ജനവുമായി ചെയ്യുന്ന നിയമം എന്ന് കർത്താവ് പറയുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ മനസ്സുകളിൽ എഴുതും. അതിനുശേഷം അവൻ പറയുന്നു: അവരുടെ ദുഷ്കർമ്മങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കും. ഞാൻ ആ കാര്യങ്ങൾ ഒരിക്കലും സ്മരിക്കയില്ല. ഈ കാര്യങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടതിനു ശേഷം പാപപരിഹാരത്തിനായി മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ല. അതിനാൽ സഹോദരരെ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നാം സർവസ്വതന്ത്രരാണ്. യേശുവിന്റെ രക്തം കാരണം പേടി കൂടാതെ നമുക്കിത് ചെയ്യാം. യേശു നമുക്കായി തുറന്ന പുതിയ പാതയിലൂടെ നമുക്ക് പ്രവേശിക്കാം. അതൊരു ജീവനുള്ള പാതയാണ്. ഈ പുതിയ പാത ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരശ്ശീല വഴിയാണ്. ദൈവാലയത്തെ ഭരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ കുറ്റബോധത്തിൽ നിന്നും നിർമ്മലീകരിക്കപ്പെടുകയും മുക്തീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശുദ്ധജലത്താൽ നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിശ്വാസം കൊണ്ട് ഉറച്ചതും ആത്മാർത്ഥതയുള്ള ഹൃദയവുമായി ദൈവത്തിനരികിലേക്ക് വരിക. നമുക്കുള്ള പ്രത്യാശയെ നാം മുറുകെ പിടിക്കണം. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരിക്കലും പറയാതെയിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്. പരസ്പരം സ്നേഹിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും എങ്ങനെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഒന്നിച്ചുള്ള കൂടിവരവുകൾ ഉപേക്ഷിക്കാതിരിക്കുക. കൂടിവരവുകൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സ്വയം ശക്തി ആർജിക്കുകയും ചെയ്യുക. അന്തിമ ദിനത്തിന്റെ വരവ് നമ്മുടെ കൺമുമ്പിലിരിക്കെ നാം ഇത് കൂടുതലായി ചെയ്യണം. സത്യമറിഞ്ഞതിനു ശേഷവും പാപം ചെയ്യുന്നത് തുടരാനാണ് നാം തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ പാപം പോക്കുവാനുള്ള മറ്റൊരു യാഗവും ഉണ്ടാകില്ല. നാം പാപം ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ആകെക്കൂടി നമുക്കുള്ളത് വിധി കാത്തിരിപ്പിലുള്ള ഭയവും ദൈവത്തിനെതിരെ ജീവിച്ച എല്ലാവരെയും നശിപ്പിക്കുന്ന കോപാഗ്നിയുമാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ വിസമ്മതിച്ചവരും 2 or 3 സാക്ഷികളുടെ തെളിവാൽ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കപ്പെട്ട അവർ ക്ഷമിക്കപ്പെട്ടില്ല, അവർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനെതിരെ, തന്റെ വെറുപ്പ് പ്രദർശിപ്പിക്കുന്നവനെതിരെ എടുക്കേണ്ട നടപടിയെക്കുറിച്ച്
നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? തീർച്ചയായും ആ മനുഷ്യൻ കൂടുതൽ കഠിനമായ ശിക്ഷ അർഹിക്കുന്നു. അതെ, പുതിയ നിയമത്തിന്റെ രക്തത്തെ ആദരിക്കുവാൻ വിസമ്മതിക്കുന്നവന് കൂടുതൽ കഠിന ശിക്ഷ കിട്ടണം. ആ രക്തം അവനെ ഒരിക്കൽ വിശുദ്ധീകരിച്ചു. ദൈവകൃപയുടെ പരിശുദ്ധാത്മാവിനോട് തന്റെ വെറുപ്പ് കാണിച്ചവൻ കഠിനമായി ശിക്ഷിക്കപ്പെടണം. ഞാൻ ജനങ്ങളെ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ ശിക്ഷിക്കും. ഞാൻ അവരോട് പ്രതികാരം ചെയ്യും എന്ന് ദൈവം പറഞ്ഞതായി നമുക്കറിയാം. കർത്താവ് അവന്റെ ജനങ്ങളെ വിധിക്കുമെന്നും ദൈവം പറഞ്ഞു. ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പെടുക എന്നത് പാപിയായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായിരിക്കും. സത്യം ബോധ്യമായ ആദ്യ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുക. പല കാരണങ്ങളാലും ഏറെ ക്ലേശിച്ചുവെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ചിലപ്പോൾ ജനങ്ങൾ നിങ്ങളോട് വെറുപ്പ് നിറഞ്ഞ കാര്യങ്ങൾ പറയുകയും പല ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഇതേപോലെ തന്നെ പീഡിതരായവരെ നിങ്ങൾ സഹായിച്ചു. അതെ, നിങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നവരെ സഹായിക്കുകയും അവരുടെ സഹനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ കൂടി അവർ എടുത്തുകൊണ്ടു പോയപ്പോഴും നിങ്ങൾ സന്തോഷത്തിൽ നിലനിന്നു. എന്നും നിലനിൽക്കുന്ന മെച്ചപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം തുടർന്നു. അതിനാൽ നേരത്തെയുണ്ടായിരുന്ന ധൈര്യം കൈവെടിയരുത്. നിങ്ങളുടെ ധൈര്യത്തിന് സഫലമായ പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ക്ഷമാശീലരാകണം. ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിനു ശേഷം അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അല്പകാലത്തിനുള്ളിൽ വരാനിരിക്കുന്നവൻ വരും, അവൻ താമസിക്കയില്ല. എന്റെ മുൻപാകെ നേരുള്ളവൻ അവന്റെ വിശ്വാസത്തിന്റെ ബലത്തിന്മേൽ ജീവിക്കും. എന്നാൽ അവൻ ഭീതിയിൽ പിന്തിരിയുകയാണെങ്കിൽ ഞാൻ അവനിൽ പ്രീതനാകയില്ല. എന്നാൽ നമ്മൾ പിന്തിരിഞ്ഞ് നശിക്കുന്ന ജനമല്ല, അല്ല, നാം വിശ്വാസമുള്ളവരും രക്ഷിക്കപ്പെട്ടവരുമായ ജനമാണ്. എബ്രായർ അധ്യായം 11. നാം പ്രത്യാശിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച ഉറപ്പും കാണുന്നില്ലെങ്കിലും അവ യാഥാർത്ഥ്യവും എന്ന് അറിയുന്നതുമാണ് വിശ്വാസം. പണ്ട് ജീവിച്ചിരുന്നവരിൽ ദൈവം പ്രസാദിച്ചത് അവരിൽ ഇത്തരം വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ദൈവം തന്റെ കൽപ്പനയാലാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാൻ വിശ്വാസം നമ്മെ സഹായിക്കും. അദൃശ്യമായതെന്തോ അതിൽ നിന്നാണ് ദൃശ്യമായതിനെ സൃഷ്ടിച്ചതെന്നാണ് ഇതർത്ഥമാക്കുന്നത്. കയീനും ഹാബേലും ദൈവത്തിന് യാഗമർപ്പിച്ചിരുന്നു. എന്നാൽ ഹാബേലിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട യാഗം അവൻ ദൈവത്തിനർപ്പിച്ചു. ഹാബേലിന്റെ നിവേദ്യത്തിൽ താൻ പ്രീതനായെന്ന് ദൈവം പറഞ്ഞു. അവന് വിശ്വാസമുണ്ടായിരുന്നതിനാൽ ദൈവം ഹാബേലിനെ നല്ലവനെന്ന് വിളിച്ചു. ഹാബേൽ മരിച്ചുവെന്നാലും അവന്റെ വിശ്വാസത്തിലൂടെ അവൻ ഇപ്പോഴും സംസാരിക്കുന്നു. ഹാനോക്കിനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവൻ ഒരിക്കലും മരിച്ചില്ല. മുകളിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹാനോക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തിയവനായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പിന്നീട് ജനങ്ങൾക്ക് ഹാനോക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ദൈവം തന്നോടുകൂടെ ആയിരിക്കേണ്ടതിന് ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി. വിശ്വാസമുണ്ടായിരുന്നതിനാലാണ് അവനത് സംഭവിച്ചത്. വിശ്വാസമില്ലാത്ത ഒരുവന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കയില്ല. ദൈവത്തിലേക്ക് വരുന്ന ഏതൊരുവനും ദൈവത്തിന്റെ ആസ്തിത്വത്തിൽ വിശ്വസിക്കണം. ദൈവത്തിലേക്ക് വരുന്ന ഏതൊരുവനും ദൈവത്തെ സത്യമായും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. അതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നോഹ ദൈവത്താൽ താക്കീത് ചെയ്യപ്പെട്ടു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തോട് വിശ്വാസവും ആദരവും ഉണ്ടായിരുന്നു. അതിനാൽ അവൻ ഒരു പെട്ടകം തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നിർമ്മിച്ചു. ഉറച്ച വിശ്വാസത്താൽ നോഹ ലോകത്തിന്റെ തിന്മ ലോകത്തിന് തന്നെ കാട്ടിക്കൊടുത്തു. വിശ്വാസം വഴി ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടവരിൽ ഒരുവനാണ് നോഹ. അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ആ സ്ഥലം എവിടെയാണെന്ന് അബ്രഹാമിന് അറിവില്ലായിരുന്നു. എന്നാൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുകയും യാത്ര തുടങ്ങുകയും ചെയ്തു. കാരണം അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അവന് വാഗ്ദാനം ചെയ്ത രാജ്യത്ത് അബ്രഹാം താമസിച്ചു. അബ്രഹാം ഒരു സന്ദർശകനെ പോലെ അവിടെ താമസിച്ചു. അബ്രഹാമിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് ചെയ്തത്.
ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം കൂടാരങ്ങളിൽ താമസിച്ചു. ഇസഹാക്കിനും യാക്കോബിനും ദൈവത്തിൽ നിന്ന് അതേ വാഗ്ദാനം ലഭിച്ചു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള യഥാർത്ഥ അടിത്തറയുള്ള നഗരത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളുണ്ടാകാൻ പറ്റാത്ത വിധം അബ്രഹാം വയസ്സനായിരുന്നു. സാറ വന്ധ്യയായിരുന്നു. എന്നാൽ അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ ദൈവം അവരെ കുട്ടികളുള്ളവരാകാൻ കഴിവുള്ളവരാക്കി. അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് അബ്രഹാം ദൈവത്തിൽ ശരണമർപ്പിച്ചു. ഈ മനുഷ്യൻ പ്രായാധിക്യത്താൽ മൃതപ്രായനായിരുന്നു. എന്നാൽ ആ ഒരു മനുഷ്യനിൽ നിന്നുമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതികൾ ഉണ്ടായത്. കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ വിധം ആളുകൾ അവനിൽ നിന്നുണ്ടായി. ആ മഹാന്മാരായ മനുഷ്യരെല്ലാം മരണം വരെ വിശ്വാസത്തിൽ ജീവിച്ചു. ദൈവം ജനത്തിന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ മനോരൂപത്തിൽ ദൃഷ്ടിയൂന്നി അവർ സന്തുഷ്ടരായി. ഈ ലോകത്തിലെ വെറും അപരിചിതരും സന്ദർശകരുമാണ് തങ്ങളെന്ന സത്യം അവർ അംഗീകരിക്കുകയും അവരുടെ സ്വന്തമായ രാജ്യത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. അവർ സന്ദർശകർ മാത്രമാണെന്ന് ഇവിടെ കാണിക്കപ്പെട്ടു. അവർ ഉപേക്ഷിച്ച രാജ്യത്തെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് തിരികെ പോകാമായിരുന്നു. എന്നാൽ അക്കൂട്ടർ മെച്ചപ്പെട്ട ഒരു രാജ്യത്തെ, സ്വർഗീയ രാജ്യത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനാൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിതനായില്ല. അക്കൂട്ടർക്കായി ദൈവം ഒരു നഗരമൊരുക്കി. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനോട് ഇസഹാക്കിനെ ഒരു യാഗമായി നൽകാൻ ആവശ്യപ്പെട്ടു. വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് അബ്രഹാം അനുസരിച്ചു. അബ്രഹാമിന് നേരത്തെ തന്നെ ദൈവത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു. ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ വരുന്നത് എന്നും ദൈവം നേരത്തെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അബ്രഹാം തന്റെ ഏക മകനെ അർപ്പിക്കുവാൻ തയ്യാറുമായിരുന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് അബ്രഹാം ഇത് ചെയ്തത്. ദൈവത്തിന് മരണത്തിൽ നിന്നും ജനങ്ങളെ ഉയർപ്പിക്കാമെന്ന് അബ്രഹാം വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ ഇസഹാക്കിനെ കൊല്ലുന്നതിൽ നിന്നും ദൈവം അബ്രഹാമിനെ തടഞ്ഞപ്പോൾ അബ്രഹാമിന് ഇസഹാക്കിനെ മരണത്തിൽ നിന്നും തിരികെ കിട്ടിയതുപോലെയായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ ഭാവിയെയും ഏശാവിന്റെ ഭാവിയെയും അനുഗ്രഹിച്ചു. ഇസഹാക്ക് ഇത് ചെയ്തത് അവന് വിശ്വാസമുണ്ടായിരുന്നതിനാലാണ്. യാക്കോബ് മരിക്കാറായ സമയത്ത് യോസഫിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു. ഊന്നുവടിയിൽ ഊന്നി അവൻ ദൈവത്തെ നമസ്കരിച്ചു. യാക്കോബിന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത്. യോസെഫ് മൃതപ്രായനായപ്പോൾ മിസ്രൈമിൽ നിന്ന് മാറുവാൻ തുടങ്ങിയ യഹൂദരെക്കുറിച്ച് സംസാരിച്ചു. തന്റെ ശരീരം എന്ത് ചെയ്യണമെന്ന് യോസെഫ് അവരോട് പറഞ്ഞു. യോസെഫ് ഇത് പറഞ്ഞത് അവന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ്. മോശയുടെ ജനനത്തിന് ശേഷം 3 മാസങ്ങളോളം അവന്റെ അപ്പനും അമ്മയും കുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. വിശ്വാസം മൂലമാണ് അവരിങ്ങനെ ചെയ്തത്. മാത്രമല്ല, മോശെ സുമുഖനായ കുട്ടിയായിരുന്നു എന്ന് അവർ കണ്ടു. ഫറവോന്റെ ആജ്ഞ ധിക്കരിക്കുന്നതിന് അവർക്ക് ഭയമില്ലായിരുന്നു. മോശെ പുരുഷത്വത്തിലേക്ക് വളർന്നു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ മോശെ വിസമ്മതിച്ചു. പാപത്തിന്റെ സുഖം ആസ്വദിക്കാൻ മോശെ കാംക്ഷിച്ചില്ല. ആ സുഖങ്ങൾ വേഗം അവസാനിക്കും. അതിനു പകരം ദൈവജനത്തോടൊപ്പം ക്ലേശങ്ങൾ സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശെ ഇത് ചെയ്തതും വിശ്വാസം കൊണ്ടാണ്. മിസ്രൈമിന്റെ എല്ലാ നിധികളുള്ളവനാകുന്നതിലും ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ് നല്ലതെന്നാണ് മോശെ വിചാരിച്ചത്. ദൈവം അവന് നൽകുന്ന സമ്മാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു മോശെ. മോശെ മിസ്രൈമിൽ നിന്ന് വിട്ടുപോന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് അവൻ പലായനം ചെയ്തത്. ഫറവോന്റെ കോപത്തെ മോശ ഭയന്നില്ല. ആർക്കും കാണുവാൻ പറ്റാത്ത ദൈവത്തെ തനിക്ക് കാണാമെന്ന് കരുതി മോശെ ദൃഢമായി തുടർന്നു. മോശെ പെസഹ ഒരുക്കുകയും കട്ടളപ്പടിയിൽ രക്തം തളിക്കുകയും ചെയ്തു. മരണദൂതൻ യഹൂദരുടെ ആദ്യജാതരെ കൊല്ലാതിരിക്കാനാണ് രക്തം വാതിൽപ്പടികളിൽ തളിച്ചത്. മോശെ വിശ്വാസത്താൽ ഇങ്ങനെ ചെയ്തു. മോശ നയിച്ച എല്ലാ ജനങ്ങളും ഒരു വരണ്ട ഭൂമിയിലൂടെ എന്ന പോലെ ചെങ്കടലിലൂടെ നടന്നു കയറി. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിന് കഴിവുണ്ടായത്. മിസ്രൈമ്യരും ചെങ്കടൽ കടക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർ മുങ്ങിപ്പോയി. ദൈവജനങ്ങളുടെ വിശ്വാസം നിമിത്തം എരിഹോയുടെ മതിലുകൾ തകർന്നു വീണു. എരിഹോയുടെ മതിലുകൾക്ക് ചുറ്റും ജനങ്ങൾ 7 ദിവസം നടന്നതിനു ശേഷമാണ്
അത് തകർന്നു വീണത്. വേശ്യയായ രാഹാബ് ഇസ്രയേൽ ചാരന്മാരെ സ്വാഗതം ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അവളുടെ വിശ്വാസ നിമിത്തം അനുസരിക്കാൻ വിസമ്മതിച്ചവരെ പോലെ അവൾ കൊല്ലപ്പെട്ടില്ല. ഞാൻ ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ തരേണ്ടതുണ്ടോ? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ്, ശമൂവേൽ പ്രവാചകൻ തുടങ്ങിയവരെപ്പറ്റിയെല്ലാം പറയാൻ എനിക്ക് മതിയായ സമയമില്ല. ആ മനുഷ്യർക്കെല്ലാം ഉന്നതമായ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ട് അവർ രാജ്യങ്ങളെ തോൽപ്പിച്ചു. അവർ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നേടുകയും ചെയ്തു. ചില മനുഷ്യർ വിശ്വാസം കൊണ്ട് സിംഹങ്ങളുടെ വായടച്ചു. ചിലർ വൻ തീ അണയ്ക്കുകയും മറ്റു ചിലർ വാളാൽ കൊല്ലപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അവർ അതൊക്കെ ചെയ്തത് വിശ്വാസം മൂലമാണ്. ബലഹീനർ അവരുടെ വിശ്വാസം മൂലം ശക്തരാക്കപ്പെട്ടു. അവർ യുദ്ധത്തിൽ ശക്തരാകുകയും മറ്റു സൈന്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. മരിച്ചവരെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തിരികെ നൽകി. എന്നാൽ മറ്റു ചില ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുകയും ചെയ്തു. അവർ ഇങ്ങനെ ചെയ്തത് നല്ലൊരു ജീവിതത്തിനായി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനാണ്. ചില ആൾക്കാർ കളിയാക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തു. മറ്റു ചിലർ ബന്ധിതരായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ചിലർ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുകയും മറ്റു ചിലർ രണ്ടായി മുറിക്കപ്പെടുകയും ചെയ്തു. അവർ വാളിനിരയാക്കപ്പെട്ടു. കോലാടിന്റെയും ചെമ്മരിയാടിന്റെയും തോലാണ് ചിലർ ധരിക്കുന്നത്. അവർ പാവങ്ങളും പീഡിതരും അന്യരാൽ ഉപദ്രവിക്കപ്പെടുന്നവരുമാണ്. ആ മഹത് വ്യക്തികൾക്ക് ഇണങ്ങുന്നതല്ല ഈ ലോകം. ഇക്കൂട്ടർ മരുഭൂമികളിലും മലനിരകളിലും അലഞ്ഞുതിരിയുന്നവരും ഗുഹകളിലും മാളങ്ങളിലും വസിക്കുന്നവരുമാണ്. ഇവരെല്ലാം അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ പ്രശസ്തരാണ്. എന്നാൽ ഇവരിൽ ആർക്കും തന്നെ ദൈവത്തിന്റെ മഹത്തായ വാഗ്ദാനം ലഭ്യമായില്ല. ദൈവം കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരുവാനായി പദ്ധതിയിട്ടു. അപ്പോൾ അവരും പൂർണ്ണരാക്കപ്പെടും. പക്ഷേ നമ്മോടൊപ്പം എന്ന് മാത്രം. എബ്രായർ അധ്യായം 12. നമുക്ക് ചുറ്റുമായി അനേകം വിശ്വാസികളുണ്ട്. വിശ്വാസം എന്തെന്ന് അവരുടെ ജീവിതം നമ്മോട് പറയുന്നു. അതിനാൽ നാം അവരെ പോലെ ആകണം. നമുക്ക് മുൻപിലുള്ള ഓട്ടം നാം ഓടിയേ തീരൂ. ക്ഷമയോടെ എപ്പോഴും പരിശ്രമിക്കുകയും വേണം. നമ്മെ തടയുന്ന എന്തിനേയും നാം ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണം. നമ്മെ നിഷ്പ്രയാസം പിടികൂടുന്ന പാപത്തിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം. നാം എപ്പോഴും യേശുവിന്റെ പാത പിന്തുടരണം. യേശു നമ്മുടെ നായകനും അടിയുറച്ച വിശ്വാസത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തവുമാണ്. കുരിശിൽ അവൻ മരണം സഹിച്ചു. യേശു കുരിശിന്റെ നാണക്കേട് ഒന്നുമല്ലാത്തതുപോലെയാണ് ഏറ്റുവാങ്ങിയത്. ദൈവം അവനു മുമ്പാകെ വെച്ച സന്തോഷം കൊണ്ടാണ് അവൻ ഇത് ചെയ്തത്. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. യേശുവിനെപ്പറ്റി വിചാരിക്കുക. പാപികളായ ആൾക്കാർ അവനെതിരെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവൻ ക്ഷമയുള്ളവനായിരുന്നു. നിങ്ങളും ക്ഷമാപൂർവം പരിശ്രമിക്കണം എന്നതിനു വേണ്ടിയാണ് ക്രിസ്തു ഇപ്രകാരം ചെയ്തത്. നിങ്ങൾ പാപത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മരണത്തെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ല. നിങ്ങൾ ദൈവപുത്രന്മാരാണ്. അവൻ നിങ്ങളോട് ആശ്വാസവചനങ്ങൾ പറയുന്നു. നിങ്ങൾ ഈ വാക്കുകൾ മറന്നു. എന്റെ മകനെ, ദൈവം നിന്നെ ശിക്ഷിക്കുമ്പോൾ അത് ഫലശൂന്യമെന്ന് വിചാരിക്കരുത്. ദൈവം നിന്നെ തിരുത്തുമ്പോൾ നീ അധൈര്യപ്പെടരുത്. താൻ സ്നേഹിക്കുന്ന ഏവരെയും തന്റെ മകനായി സ്വീകരിക്കുന്നവനെയും കർത്താവ് ശിക്ഷിക്കും. അതിനാൽ ആ കഷ്ടതകളെല്ലാം ഒരു പിതാവിന്റെ ശിക്ഷ പോലെ സ്വീകരിക്കുക. ഒരു പിതാവ് മകനെ ശിക്ഷിക്കുന്നത് പോലെയാണ് ദൈവം നിങ്ങളോട് ഈ കാര്യങ്ങൾ ചെയ്തത്. എല്ലാ കുട്ടികളും അവരുടെ പിതാവിനാൽ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മക്കളോ സത്യത്തിൽ പുത്രന്മാരോ അല്ല. നമുക്കേവർക്കും നമ്മെ ശിക്ഷിച്ച പിതാവാണുള്ളത്. നമ്മുടെ പിതാക്കളെ നാം ബഹുമാനിച്ചു. അതിനാൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവിന്റെ ശിക്ഷണം നാം ഏറ്റുവാങ്ങുക എന്നത് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്താൽ നാം ജീവിക്കും. ഭൂമിയിലുള്ള നമ്മുടെ പിതാക്കന്മാർ അല്പകാലത്തേക്കാണ് നമ്മെ ശിക്ഷിച്ചത്. അവർ ഏറ്റവും നല്ലതെന്ന് കരുതിയ വിധമാണ് ശിക്ഷ നടപ്പാക്കിയത്. നമ്മുടെ നന്മയ്ക്കായി ദൈവം നമ്മെ ശിക്ഷിക്കുന്നു.
ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകുന്നതിനു വേണ്ടിയാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. ശിക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നാം അതാസ്വദിക്കുകയില്ല. ശിക്ഷിതരാകുക എന്നത് വേദനാജനകമാണ്. എന്നാൽ ശിക്ഷയിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. നാം നന്നായി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ കാരണം. നിങ്ങൾ ബലഹീനരായി, അതിനാൽ വീണ്ടും നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുക. നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ സ്വയം നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ബലഹീനത നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യത്തക്കവണ്ണം നന്നായി ജീവിക്കുക. എല്ലാവരുമായി സമാധാനത്തിൽ കഴിയുവാൻ ശ്രമിക്കുക. പാപരഹിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധമല്ലെങ്കിൽ അവൻ കർത്താവിനെ കാണില്ല. ദൈവകൃപയിൽ നിന്നും പിന്തിരിയുന്നവരെ തടഞ്ഞു നിർത്തുന്നതിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരുവനും കൈപ്പുള്ള കളയെപ്പോലെ ആകാതിരിക്കുവീൻ. കൈപ്പുള്ള കളയെപ്പോലെയുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കും. ലൈംഗിക പാപം ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഏശാവിനെ പോലെ ദൈവത്തെ ഒരിക്കലും വിചാരിക്കാത്തവനാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകുവീൻ. അഗ്രജനായിരുന്ന ഏശാവിന് പിതാവിൽ നിന്ന് എല്ലാം പാരമ്പര്യ അവകാശമായി കിട്ടുമായിരുന്നു. എന്നാൽ ഒരൊറ്റ നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഏശാവ് എല്ലാം വിറ്റു. ഏശാവ് ഇത് ചെയ്തതിനു ശേഷം പിതാവിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചു. അവൻ ആ അനുഗ്രഹം വളരെ ആഗ്രഹിച്ചതുകൊണ്ട് കരഞ്ഞു. എന്നാൽ അവന്റെ പിതാവ് അനുഗ്രഹം നൽകുന്നതിന് വിസമ്മതിച്ചു. കാരണം അവൻ ചെയ്തിരുന്നത് വ്യത്യാസപ്പെടുത്താൻ ഒരു വഴിയും കാണാൻ ഏശാവിന് കഴിഞ്ഞില്ല. നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്കാണ് വന്നത്. ഇസ്രായേല്യർ വന്ന പർവ്വതം പോലെയല്ല ഇത്. യഥാർത്ഥത്തിൽ അഗ്നി ജ്വലിക്കുന്ന ഒരു പർവ്വതത്തിലേക്കല്ല നിങ്ങൾ വന്നത്. അന്ധകാരവും ഇരുണ്ട മേഘവും കൊടുങ്കാറ്റും നിറഞ്ഞ ഒരു ദേശത്തേക്കല്ല നിങ്ങൾ വന്നത്. പെരുമ്പറയുടെ ശബ്ദമോ വാക്കുകൾ ഉരുവിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമോ അവിടെയില്ല. ജനം ആ സ്വരം കേട്ടപ്പോൾ മറ്റൊരു വാക്കുകളും കേൾക്കരുതേ എന്നവർ യാചിച്ചു. ഏതെങ്കിലും ഒരു മൃഗം പോലുമോ പർവ്വതത്തെ സ്പർശിച്ചാൽ അത് കല്ലുകൊണ്ട് കൊല്ലപ്പെടണം എന്ന കൽപ്പന കേൾക്കാൻ അവരാഗ്രഹിച്ചില്ല. ഞാൻ ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു എന്ന് മോശ പറഞ്ഞതുപോലെ ജനം ആ ഭയങ്കരമായ കാര്യം കണ്ടു. എന്നാൽ നിങ്ങൾ അത്തരം സ്ഥലത്തേക്കല്ല വന്നത്. നിങ്ങൾ വന്നിരിക്കുന്ന പുതിയ സ്ഥലം സിയോൻ മലയാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേം നഗരത്തിലാണ് നിങ്ങൾ വന്നത്. ആയിരക്കണക്കിന് ദൂതന്മാർ സന്തോഷത്താൽ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ വന്നത്. ദൈവത്തിന്റെ ആദ്യജാതരുടെ സമ്മേളനത്തിലേക്കാണ് നിങ്ങൾ വന്നത്. അവരുടെ നാമം സ്വർഗത്തിൽ ലേഖനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ സർവരുടെയും വിധികർത്താവായ ദൈവത്തിലേക്ക് വന്നിരിക്കുന്നു. പൂർണ്ണരാക്കപ്പെട്ട സജ്ജനങ്ങളുടെ ആത്മാക്കളുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും പുതിയ നിയമം ജനങ്ങൾക്കായി കൊണ്ടുവന്ന യേശുവിനടുത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാളും മെച്ചപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംവാദിക്കുന്ന തൂവപ്പെട്ട രക്തത്തിന്റെ സമീപത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ ചെവി കൊടുക്കാൻ വിസമ്മതിക്കാതെ ശ്രദ്ധാലുക്കളാകുവീൻ. അവർ ഭൂമിയിലായിരിക്കെ അവരെ താക്കീത് ചെയ്തപ്പോൾ അത് കേൾക്കുവാൻ അക്കൂട്ടർ വിസമ്മതിച്ചു. അവർ ആരും രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും സംസാരിക്കുന്നു. അത് കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്നത് നമുക്ക് കൂടുതൽ കഷ്ടത്തിനിടയാക്കും. അവൻ നേരത്തെ സംസാരിച്ചപ്പോൾ അവന്റെ ശബ്ദം ലോകത്തെ പിടിച്ചു കുലുക്കി. എന്നാൽ ഇപ്പോൾ അവൻ പ്രതിജ്ഞ ചെയ്തു, ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ഒരിക്കൽ കൂടി എന്ന വാക്കുകൾ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിപ്പിക്കപ്പെടും എന്ന് വ്യക്തമാക്കുന്നു. അവയൊക്കെ ഇളക്കപ്പെടാവുന്നവയാണ്. സ്ഥിരമായതൊക്കെയേ നിലനിൽക്കൂ. അതിനാൽ സുസ്ഥിരമായൊരു സാമ്രാജ്യം നമുക്കുള്ളതിൽ നാം കൃതജ്ഞതയുള്ളവരായിരിക്കണം. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ നാം സേവിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യണം. ആദരവോടും ഭയത്തോടും കൂടി വേണം നാം അവനെ നമസ്കരിക്കേണ്ടത്. കാരണം ദൈവം നശീകരണ ശേഷിയുള്ള തീ പോലെയാണ്. എബ്രായർ അധ്യായം 13. നിങ്ങൾ ക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാർ ആയതുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ തുടരുവീൻ. വീട്ടിലേക്ക് ആൾക്കാരെ സ്വീകരിച്ച് എപ്പോഴും സഹായിക്കുവീൻ. ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുവഴി അവർ ദൂതന്മാരെ
അറിയാതെ തന്നെ സ്വീകരിച്ചു. കാരാഗൃഹത്തിലുള്ളവരെ മറക്കരുത്. അവരോടൊപ്പം നിങ്ങളും തടവിലിരുന്നു എന്നവണ്ണം സ്മരിക്കുക. ക്ലേശിതരെയും മറക്കരുത്. അവരോടൊപ്പം സഹിക്കുന്നവരെ പോലെ അവരെ ഓർക്കുക. വിവാഹം എല്ലാവരാലും മാനിക്കപ്പെടണം. ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം വിശ്വസ്തരായിരിക്കണം. മറ്റ് ലൈംഗിക പാപങ്ങളെയും വ്യഭിചാരത്തെയും ദൈവം തീർച്ചയായും വിധിക്കും. ധനമോഹത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ വിടുതൽ ചെയ്ത് പാലിക്കുക. ഉള്ളതുകൊണ്ട് സംതൃപ്തരാകുക. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവെടിയുകയുമില്ല. അതിനാൽ ഉറപ്പിച്ച് ഇങ്ങനെ പറയാം: ദൈവം എന്റെ സഹായകനാണ്, ഞാൻ ഭയപ്പെടുകയില്ല. ജനത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ നേതാക്കളെ അനുസ്മരിക്കുവീൻ. അവർ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളെ പഠിപ്പിച്ചു. അവർ എങ്ങനെയാണ് ജീവിച്ചു മരിച്ചതെന്നോർത്ത് അവരുടെ വിശ്വാസം പകർത്തുവീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയായിരിക്കും. എല്ലാ അപരിചിത ഉപദേശങ്ങളും നിങ്ങളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയം ഭക്ഷണക്രമചട്ടങ്ങൾ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ശക്തിപ്പെടുത്തുവീൻ. അത്തരം ചട്ടങ്ങൾ ജനങ്ങളെ സഹായിക്കയില്ല. നമുക്ക് ഒരു യാഗമുണ്ട്. യഹൂദ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർക്ക് നമ്മുടെ യാഗത്തിൽ നിന്ന് ഭക്ഷിക്കാൻ സാധ്യമല്ല. മൃഗങ്ങളുടെ രക്തം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് സംവഹിക്കുന്നു. പാപപരിഹാരത്തിനു വേണ്ടി അവൻ രക്തമർപ്പിക്കുന്നു. എന്നാൽ ആ മൃഗങ്ങളുടെ ശരീരങ്ങൾ കൂടാരത്തിന് വെളിയിൽ ദഹിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവും പട്ടണത്തിന് വെളിയിൽ കഷ്ടത സഹിച്ചു. ക്രിസ്തു മരിച്ചത് അവന്റെ സ്വന്തം രക്തം കൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കുന്നതിനാണ്. അതിനാൽ വാസസ്ഥലത്തിന് വെളിയിൽ ക്രിസ്തുവിനടുത്തേക്ക് നാമും പോകണം. യേശുവിനുണ്ടായ അതേ അപമാനം നാമും സ്വീകരിക്കണം. ഇവിടെ ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കുന്ന ഒരു പട്ടണം നമുക്കില്ല. ഭാവിയിൽ നമുക്ക് കിട്ടുന്ന ആ പട്ടണത്തെ നാം പാർത്തിരിക്കുന്നു. അതിനാൽ ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് യേശു വഴി നാം തുടരണം. ദൈവത്തിന് നമ്മുടെ നാവ് കൊണ്ടുള്ള സ്തുതിയാണ് യാഗം. അന്യർക്ക് സൽക്കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. അന്യരുമായി പങ്കുവെക്കുക. ഇവയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന യാഗങ്ങൾ. നിങ്ങളുടെ നേതാക്കളെ അനുസരിക്കുകയും അവരോട് വിധേയത്വം ഉള്ളവരാകുകയും ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തം അവർക്കാണ്. അതിനാൽ നിങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷണത്തിന് അവർ നിങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു. അവർ സന്താപം ഒട്ടുമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ അവരുടെ ജോലി ചെയ്യേണ്ടതിന് അവരെ അനുസരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല. ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഹൃദയം സത്യസന്ധമാണെന്നും ഞങ്ങൾ എപ്പോഴും ശരിയായ കാര്യങ്ങൾ മെച്ചമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുമെന്നും ഉള്ളതിൽ ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ദൈവം എന്നെ തിരികെ അയക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റെന്തിനേക്കാളും ഞാൻ ഇത് ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിർവഹണത്തിനായി നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ നല്ല കാര്യങ്ങളും സമാധാനത്തിന് ദൈവം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവനാണ് ദൈവം. അവന്റെ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത് ദൈവമാകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ശക്തി അവനോട് കൂടെയുണ്ടായിരുന്നു. എന്നേക്കും നിലനിൽക്കുന്ന നിയമം തുടങ്ങിയത് അവന്റെ രക്തമാണ്. അവനെ പ്രീതനാക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മിൽ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു വഴി അവൻ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടും. യേശുവിനെന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമാപൂർവം കേൾക്കണമെന്ന് എന്റെ സഹോദരീ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളെ ശക്തിപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ കത്ത് അത്ര ദീർഘവുമല്ല. തിമത്തിയോസ് ജയിൽ വിമുക്തനായി എന്നത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ വേഗം എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ കാണാൻ വരും. നിങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ദൈവജനത്തിനും വന്ദനം പറയുവീൻ. ഇറ്റലിയിലെ വിശ്വാസികൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൈവകൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.